ആദാബ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഫസ്റ്റ് സെമസ്റ്റർ BA BSc സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള സയ്യിദ് മുഹമ്മദ് സർവർ കേരള കെ ഗോഷാനഷീൻ ഷായർ ഉറുദു ഷായർ എന്നുള്ള ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാനാണ്. സയ്യിദ് മുഹമ്മദ് സർവർ അദ്ദേഹം നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു ഉറുദു സാഹിത്യകാരൻ, കവി എല്ലാം ആയിരുന്നു. അതുപോലെ തന്നെ ഉറുദു പ്രചാരണത്തിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് നോക്കാം. നമ്മുടെ ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് സലീം പുൽസാരകർ സാറാണ്. നോക്കാം. सैयद मोहम्मद सरवर की पैदाइश केरला के जिला तृश्शूर के काटूर में 1916 ईस्वी में हुई. അപ്പോൾ നമ്മുടെ സയ്യിദ് മുഹമ്മദ് സർവർ അദ്ദേഹത്തിന്റെ ജനനം തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1916 ईस्वी में हुई. इब्तिदाई तालीम के बाद तकरीबन 10 साल तक अरबी की तालीम करते रहे. यानी इब्तिदाई प्राइमरी एजुकेशन के बाद उन्होंने तकरीबन 10 साल तक अरबी की तालीम हासिल करते रहे. अरबी പഠിച്ചു 10 വർഷത്തോളം. इस दौरान उन्होंने इत्तिफाकन 2 नौजवान मुसाफिरों को उर्दू में तबादले ख्याल करते हुए पाया. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ഈ വിദ്യാഭ്യാസത്തിനിടയിൽ അദ്ദേഹം 2 മുസാഫിർമാരെ തമ്മിൽ, മീൻസ് 2 യാത്രക്കാർ തമ്മിൽ ഉറുദുവിൽ സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. उनकी गुफ्तगू और जबान की शीरीनी और कशिश ने उनको बेहद मुतासर किया. അവർ തമ്മിലുള്ള സംസാരം, അവരുടെ ആകർഷണീയത, ആ മാധുര്യം അദ്ദേഹത്തെ അത്യധികം ആകർഷിച്ചു. उसका नतीजा ये निकला कि उनके दिल में उस जबान को सीखने की बड़ी ख्वाहिश पैदा हुई. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഈ ഒരു ഭാഷ പഠിക്കണമെന്ന് അത്യന്തമില്ലാത്തൊരു ആഗ്രഹം വന്നു. इस दौरान उनकी मुलाकात फजलुल्लाह नामी एक आलिम फाजिल से हुई. അപ്പോൾ ഇതിനിടക്കാണ് അദ്ദേഹം ഫസ്ലുല്ലാ എന്ന പേരിലുള്ള ഒരു വലിയൊരു പണ്ഡിതനുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ജോ ഉറുദുക്ക് ബഡെ ഖാദിം थे. അദ്ദേഹം ഉറുദുവിന്റെ വലിയൊരു സേവകനായിരുന്നു. उनके जरिए सरवर ने उर्दू जबान व अदब पर महारत हासिल की. അദ്ദേഹത്തിലൂടെ സയ്യിദ് മുഹമ്മദ് സർവറെ ഉറുദു ഭാഷയിലും സാഹിത്യത്തിലും അത്യാവശ്യം പാണ്ഡിത്യം നേടി. रफ्ता रफ्ता उनकी चंद लोक कहानियां भी रिसाला खुमजाम बिजनूर में छपकर मंजराम पर आई. അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഏതാനും ചില ലോക് കഹാനിയ കഥകളൊക്കെ അദ്ദേഹം ഹുംജാം എന്നുള്ള മാഗസീനിൽ പ്രസിദ്ധീകരിച്ച് വന്നു. ഇത് ബിജ്നൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസീൻ ആയിരുന്നു. ജബ് ഉൻകി ഉമ്ർ 22 साल की, അദ്ദേഹത്തിന്റെ 22-ാം വയസ്സിലാണ് ഈ സംഗതികളൊക്കെ. जब वो इकबाल का शेरी मजमुआ बाल जिब्रील और अकबर इलाहाबादी की कुल्लियात वगैरह का सरसरी मुताला करने लगे तो उन्हें मालूम हुआ कि इन किताबों का मफहूम पूरी तरह समझने के लिए उर्दू जबान पर अच्छी महारत हासिल करना जरूरी है. ഇക്കാലയളവിൽ അദ്ദേഹം ഇക്ബാലിന്റെ ഷേരി മജ്മുഅയായിട്ടുള്ള ബാല ജിബ്രീൽ, അതുപോലെ തന്നെ അക്ബർ ഇലാഹാബാദിയുടെ കുല്ലിയാത്ത്, ഇതൊക്കെ അദ്ദേഹം വായിക്കാൻ തുടങ്ങിയതിലൂടെ, അദ്ദേഹം അതിന്റെ ഒരു ശരിക്കും ഒരു ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി इन किताबों का मफहूम पूरी तरह समझने के लिए, इस किताब को अच्छी तरह समझने के लिए उन्हें उर्दू जबान में अच्छी महारत, अच्छी तरह एक्सपर्टाइज होने की, अच्छी तरह पढ़ने की, गहराई से पढ़ने की जरूरत है. ये शौक उन्हें बेंगलोर तक खींच ले गया. ഈ ഒരു താല്പര്യമാണ് അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത്. ഖിയാം ബംഗളൂർ के दौरान उन्हें उर्दू, फारसी, अरबी के मशहूर आलिम मौलाना हबीबुल्लाह नदवी से मुलाकात करने और उनकी शागिर्दी कबूल करने का शरफ हासिल हुआ. ഇങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ബാംഗ്ലൂരിലെ അറിയപ്പെട്ട ഉറുദു, ഫാർസി, അറബി ഭാഷാ പണ്ഡിതനായിരുന്ന മൗലാന ഹബീബുള്ള നദവിയുമായിട്ട് അദ്ദേഹത്തിന്റെ മുലാഖാത്ത് ഹുയി. അതുപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. इन दिनों मद्रास यूनिवर्सिटी के शोबे उर्दू के रेडर अल्लामा महवी लखनवी हस्ब मामूल ബംഗളൂരു തഷ്രീഫ് ലായേ थे. അപ്പൊ ആ ഒരു സമയത്താണ്, ആയിരക്കാണ് അദ്ദേഹം അവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഉറുദു ഡിപ്പാർട്ട്മെന്റിലെ റൈഡർ ആയിരുന്ന അല്ലാമ മഹവി ലഖനവി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ഉമൂമൻ ഉൻകി ഹിദായത്ത് पर वहां मुशायरा का इनकाद भी होता था. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മിക്കവാറും ബാംഗ്ലൂരിൽ ഇതുപോലെയുള്ള മുഷായറകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു.
एक दिन मुशायरे में वहां जमा अहले इल्म के बीच एक दुबले पतले नौजवान को अपनी गजल पेश करते हुए पाया. അങ്ങനെ അറിയപ്പെട്ട കവിമാരും മറ്റുമൊക്കെ അവിടെ വന്ന് അവരുടെ ഗസലുകളും മറ്റൊക്കെ അവതരിപ്പിക്കുന്നതിനിടക്കാണ് ഒരു മെലിഞ്ഞ ഒരാള്, ദുബലെ പകൽ നിർസ് വളരെ മെലിഞ്ഞ സ്ലീക്ക് ആയിട്ടുള്ള ഒരു യുവാവ്, അദ്ദേഹം अपने गजल पेश करते हुए पाया, അദ്ദേഹത്തെ ഒരു ഗസൽ അവതരിപ്പിക്കുന്നതായിട്ട് കണ്ടു. तमाम हाजरीन महफिल इस मलबारी शायर की गजल सुनकर अश अश करने लगे. ഓരോരുത്തർക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവതരണം കണ്ടിട്ട്, ആരുടെ ഈ ഒരു മലബാരി പോയറ്റിന്റെ ഈ ഒരു അവതരണം കണ്ടിട്ട് എല്ലാവർക്കും അഷ് അഷ് ഹോനെ ലഗി, മീൻസ് ആ ഒരു അസൂയപ്പെടാൻ തുടങ്ങി. സാരി മഹഫിൽ വാഹ് വാഹ് ഷാബാഷ് സുബ്ഹാനല്ലാഹ് കെ നൂറോं से गूंजने लगी. മീൻസ് നമ്മുടെ മുഷായറകളിലൊക്കെ ഒരു കവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദാദ് എന്ന് പറയാം, പ്രശംസയാണിത്. അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണിത്. അണികൾക്കിടയിൽ നിന്നുള്ള അല്ലെങ്കിൽ ശ്രോതാക്കളിൽ നിന്നുള്ള വാഹ് വാഹ് ഷാബാഷ് സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെയുള്ള ആ ഒരു ചൊല്ലുകള്, പ്രയോഗങ്ങള്. അപ്പൊ അതെന്ന് വെച്ചാൽ ആ കവിയുടെ ഒരു വളർച്ചക്ക്, അവർക്ക് കിട്ടുന്ന പ്രശംസക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ, നമ്മുടെ ഈ മലബാരി ഷായറായിരുന്ന നമ്മുടെ സർവർ സാഹിബ്, അദ്ദേഹത്തിന്റെ അവതരണത്തിന് ഈ രൂപത്തിലുള്ള സദസ്യർ ഏവരും എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് അതുപോലെ ഷാബാഷ് വാവാഹ് ഇങ്ങനെയൊക്കെയുള്ള ഈ നുറുകളൊക്കെ ഈ രൂപത്തിൽ അതിനെ വരവേറ്റു. ഈ സർവർ സാഹിബ് കി മുഷായറെ കി പഹലി ശിർക്കത്ത്, ഇത് നമ്മുടെ സർവർ സാഹിബിന്റെ ആദ്യത്തെ മുഷായറയുള്ള അനുഭവമായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ടായിരുന്നു ഈ രൂപത്തിൽ ഒരു മുഷായറയിൽ പങ്കെടുത്തത്. महवी साहब ने ही उनके लिए सरवर का तखल्लुस भी तजवीज़ किया था. അങ്ങനെ മഹവി ലഖ്നവി ആയിരുന്നു നമ്മുടെ SM സർവറിന്, സയ്യിദ് മുഹമ്മദ് സർവറിന് സർവർ എന്നുള്ള പേരും തഖല്ലുസ് പെൻ നെയിമും അദ്ദേഹത്തിന്, തൂലിക നാമവും അദ്ദേഹത്തിന് നൽകിയത്. सरवर साहब ने मद्रास यूनिवर्सिटी से अदीब फाजिल का इम्तिहान पास करके केरला वापस चले आए. അങ്ങനെ അദ്ദേഹം സർവർ സാഹിബ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദീബെ ഫാസിൽ പരീക്ഷ പാസ്സായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു പോകും. ബാദ് ഗവൺമെന്റ് ഹൈസ്കൂൾ മലപ്പുറം में दरस व तदरीस का काम अंजाम देने लगी. അതിനുശേഷം അദ്ദേഹം ഗവൺമെന്റ് ഹൈസ്കൂൾ മലപ്പുറത്ത് അദ്ദേഹം ടീച്ചിങ് അദ്ദേഹം വ്യാപകനായി. साथ साथ रियासत भर में उर्दू की तरवीज व इशाअत के लिए कोशिश करते रहे. അതുപോലെ തന്നെ അദ്ദേഹം रियासत भर में, स्टेट भर में उन्होंने उर्दू की तरक्की और तरवीज के लिए, इशाअत के लिए, उर्दू को फैलाने के लिए उन्होंने कोशिश करते हैं. उर्दू व्यापनത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ये कोशिश उनकी जिंदगी के आखिरी लम्हा तक जारी रही. ഒരു പരിശ്രമം അദ്ദേഹത്തിന്റെ അവസാന ഘട്ടം വരെ, അവസാന കാലം വരെ അദ്ദേഹം തുടർന്നു. इसी तरह वो अपना तन मन धन उर्दू की तरक्की के लिए वक़फ कर दिया. അദ്ദേഹത്തിന്റെ സർവസ്വവും, തൻ മൻ ധൻ എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, അതുപോലെ തന്നെ ധനം എല്ലാം ഉണ്ട്. അത് നമ്മൾ അറിയില്ലേ, എല്ലാ രൂപത്തിലുമുള്ള അദ്ദേഹം എല്ലാ രൂപത്തിലും ഉർദുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. दुनिया की दीगर तमाम मसरूफियात से अलग थलग होकर अपने औकात का बेशतर हिस्सा इल्म व फन की तहसील में गुजार दिया. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും തിരക്കുകളിൽ നിന്നും മാറി നിന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇൽമു ഫൻ കി തഹസീൽ മേ ഗുസാർ ദിയ. അദ്ദേഹം പഠനത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹം അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗുസാർ ദിയ. एक गोशा नशीन तारिक दुनिया की तरह तन्हाई की जिंदगी गुजारने लगे. അദ്ദേഹം തീർത്തും ഈ ലോകത്തു നിന്നും മാറി നിന്നുകൊണ്ട് അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു ഏകാന്തമായ ജീവിതം നയിക്കാൻ തുടങ്ങി. हर तरह के खानदानी रिश्तों से वो पहले ही बेनियास हो चुके थे. അതിന് മുന്നേ തന്നെ അദ്ദേഹം എന്താണ്, എല്ലാ രൂപത്തിലുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്നും മറ്റുമൊക്കെ അദ്ദേഹം തീർത്തും സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചു നിന്നിരുന്നത്. यहाँ तक कि उनकी अज़दवाजी जिंदगी कुछ ज्यादा खुशगवार न थी. അദ്ദേഹത്തിന്റെ അസ്ദവാജി जिंदगी മീൻസ് വൈവാഹിക ജീവിതം അതും അത്ര നല്ല സന്തോഷകരമൊന്നും ആയിരുന്നില്ല. खलीज में उनके एक नौजवान बेटे की मौत के सबब वो पूरी तरह दिल बर्दाश्त हो गए थे. വിദേശത്ത് ഖലീജ് में उनके एक नौजवान बेटे की मौत, അദ്ദേഹത്തിന്റെ ഒരു യുവാവായിട്ടുള്ള ഒരു മകൻ, അദ്ദേഹത്തിന്റെ ഈ യൗവന പ്രായത്തിലുള്ള മരണം, അതിലൂടെ അദ്ദേഹത്തിന് മനം മടുത്തിരുന്നു. ആകെ ദിൽ ബർദാശ്ത ഹോ ഗയേ थे. അങ്ങനെ സർവർ സാഹബ് के दो शेरी मजमूए अरमुगान केरला और नवाए सरवर मंजर आम पर आ गए.
അദ്ദേഹത്തിന്റെ 2 ഷീരി മജ്മൂഅകളാണുള്ളത്, കവിതാ സമാഹാരങ്ങളാണുള്ളത്. ഒന്നാണ് അർമുവാന കേരള, മറ്റൊന്നാണ് നവായ സർവർ. लेकिन अरमुगान केरला की मुंतखब नज़्मों को भी उन्होंने नवाയ സർവർ में शामिल किया है. പക്ഷേ ഈ അർമുവാന കേരളയിലുള്ള പല സെലക്റ്റഡ് ആയിട്ടുള്ള നസ്മുകളെ കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടാണ് നവായ സർവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. इन मजमुओं के अलावा उन्होंने कई नज़्में और गज़लें भी लिखी थी. ഇത് കൂടാതെ ഈ മജ്മുകൾക്ക് പുറമെ അദ്ദേഹം വേറെയും നസ്മുകളും ഗസലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നസ്മുകള്, ഗസലുകള്, മറ്റു കാര്യങ്ങളൊക്കെ ഹമാരി ജബാൻ, സുബാ ഉമ്മീദ്, ഖൗമി ആവാസ്, നിദായ മില്ലത്ത് ജൈസെ റസായിൽ മേ ഛപ്പർ സാമനെ ആയി थी. ഇങ്ങനെയുള്ള റിസാലകളിലെ, മാഗസിനുകളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. सरवर ने शायरी के अलावा तर्जमे के मैदान में भी अपना कमाल दिखाया है. അദ്ദേഹം ഷേർ വ ഷായരിക്ക് പുറമെ തർജമയിലും അദ്ദേഹം തന്റെ നിപുണത, കഴിവ് തെളിയിച്ചിട്ടുണ്ട്. कई मलयालम अफसानों को उन्होंने उर्दू का जामा पहनाया है. പല മലയാളം അഫ്സാനകളെയും ഷോർട്ട് സ്റ്റോറികളെയും അദ്ദേഹം ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. इस तरह उर्दू अफसानों का मलयालम में भी तर्जमा किया है. उसके अलावा मुख्तलिफ मौज़ूआत पर बहुत से मज़ामीन भी लिखे थे. അതുപോലെ തന്നെ പല വിഷയങ്ങളിലായിട്ട് അദ്ദേഹം ലേഖനങ്ങളും ധാരാളം എഴുതിയിട്ടുണ്ട്. उन्होंने खलीलुर रहमान का नोवेल उज़्रा का मलयालम में तर्जमा किया था. അദ്ദേഹം ഉസ്ര എന്നുള്ളതിന്റെ മലയാളത്തിലേക്ക് വിവർത്തനം നടത്തിയിട്ടുണ്ട്. लेकिन अभी तक वो ये तारीखी में पड़ा हुआ है. പക്ഷേ ഇന്ന് വരെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. सरवर की बेशतर नज़्में मजहबी और फलसफी उमूर पर मबनी है. അദ്ദേഹത്തിന്റെ മിക്ക നസ്മുകളും ഒന്നുകിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ്. ബാസ് കാ താല്ലുഖ് ഇഷ്ക് വ മുഹബ്ബത്ത് ഹെ. ചിലത് ഇഷ്ക് വ മുഹബ്ബത്ത് ആണ് എങ്കിൽ ബാസ് കാ താല്ലുഖ് ഹുബ്ബുൽ വതനി ഹെ, രാജ്യസ്നേഹമാണ്, ദേശസ്നേഹമാണ്. മജ്മുഅ അർമുഗാന കേരള में कुल 32 नज़्में है. അർമുഗാന കേരളയിൽ ആകെ 32 നസ്മുകളാണ് ഉള്ളത്. നവായ സർവർ में 38 नज़्में. उसमें 4 शख्सी मर्सी है. ചിലതാണ് ഷഖ്സി മർസിയകൾ, ഒരു വ്യക്തി വരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് എഴുതുന്ന മർസിയകൾ 4 ഉണ്ട്. ബച്ചോ के लिए लिखी गई 5 नज़्में. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ബാലകവിതകൾ അദ്ദേഹം 5 ഉണ്ട്. और एक गजल शामिल है. അതുപോലെ കൂടാതെ ഒരു ഗസലും. आपकी शायरी पर अल्लामा इकबाल का रंग गालिब नजर आता है. അതുപോലെ നമുക്ക് അദ്ദേഹത്തിന്റെ കവിത വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് ഇക്ബാലിന്റെ സ്വാധീനം കാര്യമായിട്ടുണ്ട് എന്ന്. ബഖൗൽ അർഷദ് സിദ്ദീഖിയുടെ അഭിപ്രായത്തിൽ सरवर की बाज़ नज़्मों की ज़बान और इस्तिलाहें भी इकबाल के करीब से होकर गुजरती है. ഇക്ബാലിന്റെ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ ഇസ്തിലാഹ, ടെക്നിക്കൽ ടേംസ്, അതുപോലെ തന്നെ ഭാഷ എല്ലാം കൊണ്ടും ഇക്ബാലിന്റെ ഒരു അടുത്ത ഒരു ആളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇക്ബാലിനെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് സർവറിനെ കാണാൻ സാധിക്കും. और इस सिलसिले में उन्होंने इकबाल से इस्तिफादा हासिल किया है. ഈ ഒരു മേഖലയിൽ, ഈ ഒരു കണക്ഷൻ, ഈ ഒരു ബന്ധത്തിൽ അദ്ദേഹം, ഈ ഒരു ഷായരിയിൽ അദ്ദേഹം ഇക്ബാലിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഇക്ബാലിൽ നിന്നും അദ്ദേഹം സ്വാധീനം ഉൾക്കൊണ്ടിട്ടുണ്ട്. यहाँ तक के इकबाल की गज़ल तसलसल का अंदाज और उन्वान का तरीका भी उनके यहाँ पाया जाता है. അതുപോലെ തന്നെ അല്ലാമ ഇക്ബാൽ ഗസൽ തസൽസുലായിരുന്നു എഴുതിയെങ്കിൽ തസൽസുൽ ഗസൽ, മുസൽസിൽ ഗസൽ എന്നുവെച്ചാൽ ഒരു വിഷയം എന്നുവെച്ചാൽ തുടർച്ചയായിട്ട് ആശയ തിമാറ്റിക്കലി കണക്ഷൻ ഉള്ള ഗസലുകൾ അത് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഗസലുകൾ, അത് ഗസലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഈരടിയിലും അതിന്റെ ആശയങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അല്ലാമ ഇക്ബാലിന്റെ മിക്ക ഗസലുകളും നമ്മൾ ഗസൽ തസൽസുൽ എന്നുള്ള ആശയ എന്ന് വെച്ചാൽ തുടർച്ചയുള്ളതാണ്. ആ രൂപത്തിൽ നമുക്ക് നമ്മളുടെ സയ്യിദ് മുഹമ്മദ് സർവറിന്റെ ഗസലുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇത് അർഷദ് സിദ്ദീഖി എന്ന് പറയുന്ന ആളുടെ കോട്ട്സ് ആണ്. ഇനി അടുത്ത് നോക്കാം. सरवर साहब ने इकबाल के कलाम का गहरा मुताला किया था. एक हद तक उन्होंने तसव्वुरात इश्क और खुदी को अपनी जिंदगी में समो लेने की कोशिश की थी. അതുപോലെ സയ്യിദ് മുഹമ്മദ് സർവർ അദ്ദേഹം ഇക്ബാലിന്റെ കലാമുകള്, ഇക്ബാലിന്റെ ഷായരികളെ അദ്ദേഹം ഗഹനമായിട്ട് ആഴത്തിൽ അദ്ദേഹം അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഏക് ഹദ് തക് ഉन्होंने തസവ്വുറാത്ത് ഇഷ്ക്, ഒരു പരിധി വരെ അദ്ദേഹത്തിൽ ഇക്ബാലിന്റെ
തസവുറാത്ത് ഇഷ്ക് എന്നുള്ളത്, അതായത് ഫൽസഫി ഇഷ്ക് നമുക്ക് പറയാൻ പറ്റും. അതിലും അതുപോലെ തന്നെ ഫൽസഫി ഖുദി, ഇത് രണ്ടും അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുണ്ട്. उन्होंने अल्लामा इकबाल पर इकबाल जन्नत में मुकालिमे इकबाल व रूमी जवाब इकबाल के नाम से 3 नज़में लिखी है. ഒന്ന് ഇക്ബാൽ എന്ന പേരിൽ, ഒന്ന് ജന്നത്ത് മേ മുകാലിമെ ഇക്ബാൽ റൂമി എന്നുള്ളത്, ഒന്ന് ജവാബ് ഇക്ബാൽ എന്നുള്ളത്, അങ്ങനെ 3 നസ്മുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. उसके अलावा शान मोमिन, अक्ल व दिल का मुकालिमा, हयात जावदान, बच्चों की दुआ, जुगनू, सरमदी आवाज, वादी अयमन वगैरह नज़मों में भी इकबाल के असरात नुमाया पाए गए हैं. ഇതിൽ നമുക്ക് ഇക്ബാലിന്റെ സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. मिसाल के तौर पर बच्चों के लिए लिखी गई नज़्म जुगनू में जुगनू एक इस्तियारा है. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു നസ്മാണ് ജുഗ്നു. അതിൽ നമുക്ക് എന്താണ്, ജുഗ്നു എന്നുള്ളത് ഒരു ഇസ്തിയാറയാണ്, ഒരു വർണ്ണനയാണ്. അപ്പോ ഈ ജുഗ്നുവിലൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഹർക്കത്തു അമൽ കാ പൈഗാം ദേത്തെ ഹെ. അദ്ദേഹം എന്താണ് നിരന്തരം പരിശ്രമിക്കേണ്ടതിന്റെ പ്രാധാന്യം, അതിന്റെ മെസ്സേജ് ആളുകളിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് ചോട്ടാസ പതംഗ ഹോനയ്ക്ക് ബാവജൂദ്, ഒരു ചെറിയ ഒരു പക്ഷി ആയിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കീടാണുവായിട്ട് പോലും അതെന്ത് ചെയ്യുന്നുണ്ട്, തേരി റോഷ്നി കേരിയെ കൈ ചീസെ മുന്തസർ ഹെ, നിന്റെ ഈ ഒരു പ്രകാശത്തിന് വേണ്ടി ധാരാളം വസ്തുക്കൾ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കാം. ये उड़ने वाले तारे ये दौड़ दो क्यों है, क्या तुझको जुस्तजू है गुम करदा आशिया की. ചോദിക്കണം അദ്ദേഹം, ये उड़ने वाले तारे, ഈ പറക്കുന്ന താരകമേ, ये दौड़ दो क्यों है, എന്തിനാണ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത്, क्या तुझको जुस्तजू है, ഇനി എന്താണ് ഈ അന്വേഷിക്കുന്നത്, ഗും കർദ ആഷിയാ की, അല്ല നീ നിന്റെ നഷ്ടപ്പെട്ട വീടിനെയാണോ കൂടിനെയാണോ നീ അന്വേഷിച്ച് നടക്കുന്നത്, क्या ढूंढता है हर सो ഷമ്മേ ജലാ ജലാക്കർ, നീ എന്താണ് നീ ഇങ്ങനെ ഡൂണ്ട് രഹാ ഹെ, നീ എന്താണ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്, എന്താണ് ഷമ്മേ ജലാ ജലാക്കർ, ഈ വിളക്കും കത്തിച്ച് നീ എങ്ങോട്ടാണ്, നീ എന്താണ് ഈ അന്വേഷിക്കുന്നത് വ്യാപൃതമായി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. തുജ്കോ തലാഷ് ഹെ ക്യാ ഗും ഗശ്തേ കാറവാൻ കി, എന്താണ് കൂട്ടം വിട്ട് പോയതാണോ, അല്ലെങ്കിൽ എന്താണ് നീ കൂട്ടം വിട്ടു പോയത് അവരെ നീ അന്വേഷിച്ചു കൊണ്ട് പോവുകയാണോ. സൂരജ് की जब ये बत्ती बुझती है आसमान पर, हस्ती से तेरी रौनक बढ़ती है इस जहां की. सूरज की जब ये बत्ती बुझती है आसमान पर, സൂര്യന്റെ ഈ ഒരു ബത്തി, ഈ ഒരു പ്രഭ അത് അസ്തമിക്കുന്നതോടുകൂടി, അണയുന്നതോടുകൂടി, ഹസ്തി സെ തേരി റൗനക് बढ़ती है इस जहां में, നിന്റെ ശരീരത്തിൽ നിന്നും നീ ഈ ഒരു പ്രകാശം, ഈ ഒരു പ്രഭ നീ പടർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ലോകത്തിന്, വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ലോകത്തിന് ഇന്ന്. അപ്പൊ ഇതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഈ ഒരു ജുഗ്നുവിന്റെ ഈ ഒരു നിരന്തരമായ പരിശ്രമത്തെയാണ്, അതിന്റെ ഈ ഒരു അമൽ पर हरकत अमल को उन्होंने और उसकी अहमियत को उन्होंने जोर दिया है. सरवर साहब की शायरी में वतनियत का पहलू बहुत नुमाया है. അദ്ദേഹത്തിന്റെ കവിതകൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, അതിന്റെ ആ ഒരു പഹലു നമുക്ക് തീർത്തും കാണാൻ സാധിക്കും. उन्हें अपने मातृवतन रियासत കേരള से निहायत प्यारो लगा था. അദ്ദേഹത്തിന് തന്റെ മാതൃരാജ്യമായിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളയുമായിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അഗാധമായ പ്യാറോ മുഹബത്ത്. उसकी बेहतरीन मिसाल उनकी नज़्म लाफानी नज़्म കേരള है. അദ്ദേഹത്തിന്റെ ഒരു അനശ്വരമായ നസ്മായിട്ടുള്ള കവിതയായിട്ടുള്ള കേരളയിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. इसमें उन्होंने केरला को कश्मीर से ज्यादा बुलंद दर्जा दिया है. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം കേരളത്തെ കശ്മീരിനെക്കാളും കൂടുതൽ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. इसमें तशबीह व इस्तियारा का इस्तेमाल बहुत ही निराले अंदाज में पेश किया है. उसमें उन्होंने खूबसूरत और नए नए तशबीहत और इस्तियारे का इस्तेमाल किया है और उसको उन्होंने निराले अंदाज में विचित्रമായ നല്ല രൂപത്തിൽ അദ്ദേഹം उन्होंने पेश किया है. सरवर साहब अपने जमाने के मुल्की व आलमी सियासी हालात से भी वो बखूबी वाकिफ थे. അദ്ദേഹം തന്റെ ആ കാലഘട്ടത്തിലെ ലോക ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ, രാഷ്ട്രീയ സ്ഥിതികളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം തീർത്തും നല്ല അറിവുള്ള ആളായിരുന്നു. ബഹൂബി വാക്കിഫിന് തീർത്തും അദ്ദേഹം അറിഞ്ഞിരുന്നു അതിനെ കുറിച്ചുകൊണ്ടൊക്കെ.
दुनिया में जहां कहीं नाइंसाफियां नजर आती थी तो वो बहुत गमगीन नजर आते थे. ലോകത്ത് എവിടെ അനീതി കണ്ടാലും അതിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിന് അദ്ദേഹം तो वो बहुत गमगीन नजर आते थे, അതിലൊക്കെ അദ്ദേഹം ദുഃഖിതനായിരുന്നു ഈ അനീതിയൊക്കെ. और उनके खिलाफ एहतजाज करते हुए अपना सबसे बड़ा हथियार कलम का इस्तेमाल करते थे. അതുപോലെ അദ്ദേഹം ഇങ്ങനെയുള്ള ഈ അനീതിക്കെതിരെ പോരാടിയിരുന്നത് അദ്ദേഹത്തിന്റെ പേനയിലൂടെയായിരുന്നു. आलमी भाईचारे की कदर मंजिलत उनकी बहुत सी नस्मों का मौजू है. അതുപോലെ തന്നെ എന്താണ് ആർമി ഭായിചാരകി, ഒരു ലോക സാഹോദര്യം, അതിന്റെ ഖദ്റു മൻസിലത്ത്, അതിന്റെ പ്രാധാന്യം, ഉൻകി ബഹുത് സി നസ്മോ കാ മൗസൂ ഹൈ, അദ്ദേഹത്തിന്റെ വിവിധ നസ്മുകളുടെ വിഷയമാണിത്. ഹിന്ദുസ്ഥാൻ की मौजूदा हालात से वो मायूस थे. ഇന്ത്യയുടെ നിലവിലെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വളരെ നിരാശനായിരുന്നു. और माजी के यहाँ की अजमत की तस्वीर कशी करते हुए उन्होंने नज्म यही है क्या वो हिंदुस्तान लिखी है. അതുപോലെ അദ്ദേഹം ഇങ്ങനെയുള്ള അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഉन्होंने नज्म यही है क्या वो हिंदुस्ताൻ എന്നുള്ള ഈ ഒരു നസ്മ അദ്ദേഹം ഇന്ത്യയുടെ ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന പ്രതാപവും അത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖവും ഒക്കെ വിവരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒന്നാണ്. यही है क्या वो हिंदुस्तान जो बहुत ही कामयाब है. വളരെ നല്ല സ്വീകാര്യതയേറിയിട്ടുള്ള ഒരു നസ്മാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സയ്യിദ് മുഹമ്മദ് സർവർ സാഹിബിനെ കുറിച്ചുകൊണ്ട് എഴുതാൻ ചോദിച്ചേക്കാം, അദ്ദേഹത്തിന്റെ ഷീരിയ മജ്മുഅയെ കുറിച്ച് ചോദിച്ചേക്കാം, അതുപോലെ അദ്ദേഹം കിസ്സെ बहुत ज्यादा शायरी में वो किससे मुतासिर थे എന്നുള്ള ചോദിച്ചേക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.